ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂസിലൻഡിൽ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിക്കും. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സന്ദർശിക്കും. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായ 9ാം തവണയും മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂസിലാൻഡിൽ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. രാഷ്ട്ര നിർമ്മാണത്തിനും സാമൂഹിക പരിവർത്തനത്തിനുമുള്ള മാധ്യമമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. ന്യൂസിലൻഡ് ഗവർണർ ജനറൽ സിൻഡി കിറോയുമായും പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായും രാഷ്ട്രപതി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ ശ്രീമതി മുർമു ഇന്ന് പുഷ്പാർച്ചന നടത്തി. വെല്ലിംഗ്ടണിലെ യുദ്ധസ്മാരകത്തിലും രാഷ്ട്രപതി ആദരമർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, എംപിമാരായ സൌമിത്ര സെൻ, ജുഗൽ കിഷോർ ശർമ്മ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ഓക്ലൻഡിലെ ഇന്ത്യൻ സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. ഫിജി സന്ദർശനത്തിന് ശേഷം ന്യൂസിലാൻഡിലെത്തിയ ശ്രീമതി മുർമു മറ്റന്നാൾ തിമോർ ലെസ്തെയും സന്ദർശിക്കും. വഖഫ് ഭേദഗതി ബിൽ 2024 ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിക്കും. 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവായിരിക്കും സഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാന വഖഫ് ബോർഡുകളുടെ അധികാരം, പ്രവർത്തനം, സ്വത്തുവകകളുടെ രജിസ്ട്രേഷൻ, സർവേ തുടങ്ങിയവ സംബന്ധിച്ചാണ് പ്രസ്തുത ബിൽ. ബിൽ കൊണ്ടുവരുന്നതിന് മുൻപ് സർവകക്ഷി യോഗം വിളിച്ച് അഭിപ്രായങ്ങൾ ആരായണമെന്ന് കോൺഗ്രസ് ആവശ്യം മുന്നോട്ടുവച്ചു. ബില്ലിലെ തീരുമാനങ്ങൾ ബാധകമാകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും അഭിപ്രായം ആരായണമെന്ന് കോൺഗ്രസ് MP പ്രമോദ് തിവാരി പറഞ്ഞു. ബില്ലിനെ എതിർക്കുമെന്ന് സമാജ്വാദി MP രാജീവ് കുമാർ റായ് മാധ്യമങ്ങളോട് പറഞ്ഞു. ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന് NCP ശരത് പവാർ വിഭാഗം MP സുപ്രിയ സുലെ ആവശ്യപ്പെട്ടു. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനാണ് ബിൽ കൊണ്ടുവരുന്നതെന്ന നിലപാടാണ് BJPക്കുള്ളത്. ദുരന്ത പ്രതികരണ ഭേദഗതി ബിൽ 2024 ഇന്ന് ലോക്സഭ പരിഗണിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ അവതരിപ്പിക്കുക. 2005 ദുരന്ത പ്രതികരണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതാണ് പുതിയ ബിൽ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഉള്ളിയുടെയും ഉരുളക്കിഴങ്ങിന്റെയും വിലക്കയറ്റത്തിൽ പ്രതിപക്ഷ MPമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് MP പ്രമോദ് തിവാരി, ശിവസേന MP പ്രിയങ്ക ചതുർവേദി, തൃണമൂൽ കോൺഗ്രസ് MP ഡെറക് ഒബ്രിയാൻ, RJD MP മനോജ് കുമാർ ഝാ തുടങ്ങിയ നേതാക്കളാണ് പ്രതിഷേധം നടത്തിയത്. പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ട വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. രാവിലെ സഭ സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും രാജ്യസഭാ അധ്യക്ഷൻ അനുമതി നൽകിയില്ല. തുടർന്ന് കോൺഗ്രസ്, തൃണമൂൽ, DMK, RJD ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രതിപക്ഷ അംഗങ്ങളുടെ പെരുമാറ്റത്തെ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ വിമർശിച്ചു. വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയതിൽ രാജ്യം മുഴുവൻ വേദനിക്കുകയാണെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് താരത്തോടുള്ള അനാദരവാണെന്നും ശ്രീ ധൻഖർ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സന്ദർശിക്കും. ഉച്ചയോടെ കൽപ്പറ്റയിലെത്തുന്ന അദ്ദേഹം വ്യോമ നിരീക്ഷണവും നടത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വയനാട്ടിൽ പറഞ്ഞു. അതേസമയം ദുരന്തമേഖലയിലെ തിരച്ചിൽ നടത്തിയ സൈന്യത്തിന്റെ ഒരു സംഘം മടങ്ങി. ദുരന്തമേഖലയിൽ സൈന്യം നൽകിയ പിന്തുണയ്ക്കും സേവനത്തിനും നന്ദി അറിയിക്കുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ് യാത്രയയപ്പ് ചടങ്ങിൽ പറഞ്ഞു. ജില്ലാ ഭരണകൂടം സൈന്യത്തിന് ആദരവും നൽകി. ആകാശമാർഗമുള്ള തെരച്ചിൽ സംഘവും ബെയ്ലി പാലത്തിന്റെ ചുമതലയുള്ള സൈനിക സംഘവും വയനാട്ടിൽ തുടരും. നാളെ മുതൽ ദുരന്തഭൂമിയിൽ പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് മന്ത്രി K രാജൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തെ അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായ 9ാം തവണയും മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% നിലനിർത്താൻ RBIയുടെ ദ്വൈമാസ ധനനയ അവലോകന സമിതി യോഗം തീരുമാനിച്ചു. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 6.25%, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയും ബാങ്ക് നിരക്കും 6.75% തുടരും. രാജ്യത്തെ ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിലവിലെ വേഗത തുടരുമെന്നും വർദ്ധിച്ച നിക്ഷേപ ആവശ്യവും ഉപഭോഗവും ഇതിന് ശക്തി പകരുമെന്നും RBI ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. 2024-25 രാജ്യത്തിന്റെ GDP വളർച്ച 7.2% RBI വിലയിരുത്തി. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കൊൽക്കത്തയിലെ വസതിയിലായിരുന്നു അന്ത്യം. അനാരോഗ്യത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 2000 മുതൽ 2011 വരെ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. സംസ്ഥാനത്തെ 34 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിൽ തുടർച്ചയായി 11 വർഷം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് 2015 അദ്ദേഹം CPIM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി സ്ഥാനങ്ങൾ ഒഴിഞ്ഞു. ബംഗാളി ഭാഷയിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന അദ്ദേഹം ശ്രദ്ധേയമായ സാഹിത്യ പഠനങ്ങളും വിവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന KP മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. 38 വോട്ടുകൾക്കായിരുന്നു നജീബ് കാന്തപുരം ജയിച്ചത്. ഹർജി കോടതി തള്ളിയതോടെ നജീബ് കാന്തപുരം MLA ആയി തുടരും. ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ രാത്രി നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ഇന്ത്യൻ ടീം ഇന്ന് സ്പെയിനുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 5:30 മത്സരം. അത്ലറ്റിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഹേർഡിൽസിൽ ജ്യോതി യാരാജിയും പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമാനും മത്സരിക്കും. ഇതേ ഇനത്തിൽ വനിതകളുടെ മത്സരത്തിൽ അൻഷുവും മത്സരിക്കുന്നുണ്ട്. ഗോൾഫിൽ വനിതകളുടെ സ്ട്രോക്ക് പ്ലേ 2ാം റൌണ്ട് മത്സരം പുരോഗമിക്കുന്നു. പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യതയെ തുടർന്ന് മെഡൽ നഷ്ടമായ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ നിന്നും വിട പറയുന്നതായി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനേഷിന് ഭാരപരിശോധനയിൽ 100 ഗ്രാം അധിക ഭാരം കണ്ടെത്തിയതായി പറഞ്ഞാണ് ഇന്നലെ അയോഗ്യയാക്കിയത്. ഒളിമ്പിക് ഗുസ്തി ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായിരുന്നു വിനേഷ് ഫോഗട്ട്. ബംഗ്ലാദേശിൽ നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സൈനിക തലവൻ ജനറൽ വക്കാർ ഉസ് സമൻ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം. രാജ്യത്തെ സ്ഥിതിഗതികൾ എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി രാജ്യത്ത് അക്രമങ്ങൾ നടത്തിവരുന്നവർക്ക് തക്ക ശിക്ഷ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ത്രിപുരയിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സ്ഥിതിഗതികൾ BSF ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൌധരി വിലയിരുത്തി. ബംഗ്ലാദേശിലെ കലാപങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം. BSF ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. ISRO ഇന്ത്യയുടെ ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിന്റെ 3ാമത്തെയും അവസാനത്തെയും പരീക്ഷണ വിക്ഷേപണം സ്വാതന്ത്ര്യദിനത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും നടക്കും. SSLV ഉപയോഗിച്ച് 175.5 കിലോഗ്രാം ഭാരമുള്ള ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-08 ആയിരിക്കും ഭ്രമണപഥത്തിൽ എത്തിക്കുക. ദുരന്ത പ്രവചനത്തിന് ശേഷിയുള്ള പേലോഡുകൾ ഉൾപ്പെട്ടതാണ് EOS-08 ഉപഗ്രഹം. കുറഞ്ഞ ചെലവിൽ നിരവധി ചെറു ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിക്കാമെന്നതാണ് SSLVയുടെ പ്രത്യേകത. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധത്തെ പരസ്യമായി അപലപിച്ച് സൌദി അറേബ്യ. ടെഹ്റാനിൽ വെച്ച് ഹനിയയെ കൊലപ്പെടുത്തിയത് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് സൌദി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വലീദ് അൽ ഖുറൈജി വിമർശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂസിലാൻഡിൽ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിക്കും. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സന്ദർശിക്കും. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായ 9ാം തവണയും മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.